കാര്യം ഡൽഹി കൂട്ടബലാത്സംഗത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭം അത് പൊതുവിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഒരു വികാരം ഉണർത്തിവിടാൻ സാധിച്ചു. അത് രാഷ്ട്രീയമായ ഒരു പ്രക്രിയയായി മാറുകയും ചെയ്തു എന്നതാണ്. താങ്കൾ യഥാർത്ഥത്തിൽ കരുതുന്നുണ്ടോ അത്തരം വികാര വിക്ഷോഭങ്ങൾ പൊതുസമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന വിശ്വാസ രീതികളെ മാറ്റിമറിക്കാൻ ഉതകുന്നതാണ് എന്ന്? പൊതുസമൂഹത്തിൽ നല്ല രീതിയിലുള്ള ചലനം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ പുതിയ നിയമനിർമ്മാണത്തിലേക്ക് തന്നെ എത്തിയത്, ഇപ്പോൾ ബലാത്സംഗത്തെ സംബന്ധിച്ച് തന്നെ 376 പുതിയ ഭേദഗതിയെല്ലാം തന്നെ വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ബോധങ്ങളിൽ അതൊരു മാറ്റം ഉണ്ടാക്കി എന്ന് മുഴുവനായി അടച്ചൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഈ പുരുഷ അധിഷ്ഠിതമായ ഒരു സമൂഹമാണ് നമ്മുടേത്, ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഒരു സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം പലപ്പോഴും ഒരു വ്യക്തി എന്ന രൂപത്തിൽ കാണാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന പരിക്കിനേക്കാൾ ഉപരിയായ മറ്റെന്തോ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നും അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രൂപത്തിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണൽ റൈറ്റ് നടക്കുന്നു വിചാരിക്കുക, ഒരു വർഗീയ കലാപം നടക്കുന്നു. പലപ്പോഴും നമ്മൾ കാണുന്നത് സ്ത്രീകളെ വർഗീയ കലാപത്തിനുള്ളിൽ ബലാത്സംഗം ചെയ്യുന്ന എത്രയോ ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഡൽഹി കലാപമാകുമ്പോൾ, അഹമ്മദാബാദ് ഗുജറാത്ത് കലാപമാകുമ്പോൾ എല്ലാം തന്നെ അതിൽ ബലാത്സംഗങ്ങളുണ്ടാകുന്നു. അപ്പോൾ ബലാത്സംഗം ഒരു ശിക്ഷയായി മാറുന്നുണ്ട്. അങ്ങനെ ബലാത്സംഗത്തെ ശിക്ഷയാക്കി മാറ്റുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷേ അതിന് ബലാത്സംഗം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വധശിക്ഷയാണ് അനിവാര്യമായും കൊടുക്കേണ്ടത് എന്ന അവസ്ഥയിലേക്ക് മുറവിളി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വധശിക്ഷ കൊടുത്തു കഴിയുമ്പോൾ നാം ജിലേബിയും ലഡുവുമെല്ലാം തിന്നുകൊണ്ട് ആഘോഷിക്കുമ്പോൾ ഇവിടെ നമ്മളെ ഭയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വധശിക്ഷ വേണം, ഞങ്ങൾക്ക് അഫ്സൽ ഗുരുവിനെയും ബുള്ളറിനെയും പോലുള്ളവരെ, അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെന്നോ അല്ലെങ്കിൽ കലാപകാരികളെ തൂക്കിക്കൊല്ലാനുള്ള ഞങ്ങളുടെ അവകാശം സ്ഥാപിക്കാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം ആഗ്രഹത്തിന് യാതൊരു വിധത്തിലും തിരശീലയിടാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് ജനങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്, അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന് ഭരണകൂടം വരുത്തി തീർക്കുകയാണ്. ഉദാഹരണത്തിന് ജഡ്ജ്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഷിൻഡെ പറഞ്ഞു കഴിഞ്ഞു, വധശിക്ഷ ഞങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന്. അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ കണ്ടു, ഇപ്പോൾ വധശിക്ഷ കൊടുക്കുന്നത് തെറ്റാണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ജയകൃഷ്ണ മാഷിൻ്റെ കേസ് പരിശോധിച്ച് നോക്കുക. ജയകൃഷ്ണ മാഷിൻ്റെ കേസിൽ വധശിക്ഷ കൊടുത്തവരുടെ ആദ്യത്തെ തലശ്ശേരി കോടതി കൊടുക്കുന്നു, ഹൈക്കോടതി അപ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ വന്നപ്പോഴോ ഒന്നാമത്തെ പ്രതിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും വെറുതെ വിടുകയാണ് ചെയ്തത്. അതിനുശേഷം എന്താവുന്നു, ഒരാൾ കുറ്റസംഭവം നടത്തിയിട്ട് പറയാണ് ഇവരാരുമല്ല പ്രതികളെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്ന വിചാരണ എത്ര പ്രഹസനമാണ്. ഒരു പ്രഹസനത്തിൻ്റെ അവസാനത്തിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജഡ്ജി വിധി എഴുതുകയും പേനയുടെ നിബ്ബൊടിക്കുകയും അതിനുശേഷം ഹൈക്കോടതിയിൽ അത് അംഗീകരിക്കപ്പെടുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഇതൊരു കപട നാടകം മാത്രമായിരുന്നു. അഡ്വക്കേറ്റ് ആരതി, യഥാർത്ഥത്തിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തിന് ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. സ്ത്രീകൾ പരാതിപ്പെടാൻ കൂടുതലായി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സമയം. ഇന്നത് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. യഥാർത്ഥത്തിൽ രാജ്യത്ത് നടക്കുന്ന സ്ത്രീവിരുദ്ധ അക്രമങ്ങളുടെ കണക്ക് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും മറ്റും പുറത്തുവിടുന്നതിനേക്കാൾ എത്രയോ അധികമാണ് ആ കണക്ക് എന്നാണ് അവർ പറയുന്നത്. കാരണം ഒരു FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തിന് മുൻപ് ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ കണക്കിൽ പെടുന്നില്ല, അത് കൊലപാതകത്തിൻ്റെ കണക്കിലാണ് പെടുന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യ ഒരുപക്ഷെ സ്ത്രീകൾക്കെതിരായുള്ള അക്രമത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ 1-ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്നാണ് ആ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ വധശിക്ഷ വേണ്ടെന്ന് വയ്ക്കുകയും താരതമ്യേന കുറഞ്ഞ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ നമ്മുടെ നീതിന്യായ സംവിധാനം ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരായ ശിക്ഷാവിധികളെ നിർണ്ണയിക്കുമ്പോൾ പരാതികൾ കുറയുകയല്ലേ ചെയ്യുക യഥാർത്ഥത്തിൽ? ഇതിനകത്ത് നീതി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കോടതികൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിനു മുമ്പ് ഒരു പരാതി രൂപപ്പെട്ടു വരികയും ആ പരാതികൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ എത്രമാത്രം സ്ത്രീ സൗഹാർദ്ദപരമാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകുന്ന കണക്കുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പരാതികളാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ തേഞ്ഞു മാഞ്ഞു പോകുന്ന എത്ര കേസുകളാണുള്ളത്?
ഈ ഡൽഹി കേസ് തന്നെ ഉദാഹരണമായി എടുക്കൂ. ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ അധികാരമുള്ള സമ്പന്നനായ ഉന്നതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ലായിരിക്കും. ഇതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ പരാതിപ്പെടാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് വേണ്ടത്. അത്തരത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഈ കേസ് ഇത്തരത്തിൽ അനുഭവങ്ങൾ നേടുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് നിയമസഹായം ലഭിക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയാണെങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാനസികമായിട്ടുള്ള പിന്തുണ, ഇത് കൊടുക്കാൻ പൊതുസമൂഹം തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് എത്രമാത്രം നമ്മുടെ സ്ത്രീ പ്രസ്ഥാനങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും, എത്രമാത്രം നമ്മുടെ പൊതുപ്രസ്ഥാനങ്ങൾക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു സ്ത്രീക്ക് പരാതിപ്പെടാൻ സാധിക്കുന്ന ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതില്ലാത്തടത്തോളം കാലം സ്വാഭാവികമായിട്ടും ഈ കേസ് തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ഒരു മർഡർ കേസായിട്ടാണ്. ഇതിനകത്ത് ബലാത്സംഗം എന്ന കാറ്റഗറിയിലല്ല. അതുപോലെ തന്നെ പരാതിപ്പെടുന്ന കേസുകളിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ സൂചിപ്പിക്കുന്ന 26% കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ശിക്ഷയുടെ കാഠിന്യമേറുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ്. ശിക്ഷയുടെ അളവ് കുറയുകയല്ലാതെ ഇതിൻ്റെ കുറ്റകൃത്യങ്ങളുടെ അളവ് കുറയ്ക്കാനല്ല ശിക്ഷയുടെ കാഠിന്യം പലപ്പോഴും സഹായിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന അമേരിക്കയിൽ നിന്നുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആരാണ് ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നത്. ഇത്തരം കേസുകളിൽ അമേരിക്കയിലെ പഠനം സൂചിപ്പിക്കുന്നത് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആഫ്രിക്കൻ അമേരിക്കൻ കറുത്ത വർഗ്ഗക്കാരാണ് ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത്. പലതരത്തിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്ന, ജാതീയമായും മതപരമായും വർഗപരമായും വിവേചനങ്ങൾ അതിശക്തമായി നിലനിൽക്കുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഒരു വധശിക്ഷ എന്നുള്ള വളരെ നിർബന്ധപൂർവമായിട്ടുള്ള ആവശ്യങ്ങൾ സമൂഹത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അതിന് പലപ്പോഴും ഭരണകൂടവും നീതിപീഠവും അതിന് അടിപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾ കൂടുതൽ ഇത്തരം ശിക്ഷകൾക്ക് വിധേയമാവുകയും ഉന്നതരായിട്ടുള്ള ആളുകൾ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. റൈറ്റ്. സമയപരിമിതി മൂലം ഇടപെടുന്നു ആതിര. അഡ്വക്കേറ്റ് മധുസൂദനൻ, ആതിര ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം